Hi guys, welcome back. Innate lunch, today's lunch. So I thought I will prepare Angamali fish curry and അച്ചിങ്ങ പയർ വിത്ത് പ്രോൺസ് പിന്നെ ഒരു ചമ്മന്തി. അതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. ഓക്കെ, സോ ലെറ്റ് us prepare. കം. മഡ് പോട്ട്, നമ്മുടെ സ്വന്തം ചട്ടി, സവോള, ഗ്രീൻ ചില്ലി, കറി ലീഫ്, ജിഞ്ചർ, turmeric, chili powder, coriander powder. Coriander powder ഇച്ചിരി കൂടുതൽ വേണം. ഓക്കെ, ഉലുവ ഇച്ചിരി ഇടാവുള്ളൂ കേട്ടോ, കഴിക്കും. ലിറ്റിൽ ദെൻ പെരിഞ്ജീരകം, ഫെനൽ സീഡ്സ്. ഓക്കെ, we need to do little bit like salt. Very important, coconut oil, fresh coconut oil. Then vinegar, little bit, not much, കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പം നമ്മുടെ മിക്സ് ഈസ് റെഡി. ഓക്കെ, മിക്സ് ഈസ് റെഡി. ഇത് ഞാൻ ഐ ആം നോട്ട് ഗോയിങ് ടു യൂസ് എനി ഗ്ലൗസ് ഓർ എനിത്തിങ് ബിക്കോസ് ഐ എം പ്രിപ്പയറിങ് അറ്റ് ഹോം. ഓക്കെ ഓക്കെ, ദെൻ വി ഹാവ് ടു മിക്സ് ഇറ്റ് പ്രോപ്പർലി. ഹൗ മച്ച് യു മിക്സ് ഇറ്റ് വിൽ ബി ടേസ്റ്റി. ഇനി നമുക്ക് മാംഗോ, വി നീഡ് ടു പുട്ട് മാംഗോ നൗ. ഇനി നമ്മൾ ഒഴിക്കേണ്ടത് രണ്ടാം പാലാണ് കേട്ടോ. നമ്മുടെ കോക്കനട്ട്, ഇത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. നാട്ടിലാണെങ്കിൽ വി ക്യാൻ യൂസ് എ ഫ്രഷ് കോക്കനട്ട് മിൽക്ക്. സോ ഇത് രണ്ടാം പാലാണ്. ദിസ് ഈസ് ദ ഡൈലൂട്ടഡ് മിൽക്ക്, കോക്കനട്ട് മിൽക്ക്. ഐ എം ജസ്റ്റ് ഗോയിങ് ടു പോർ ഇറ്റ് ഹിയർ. നന്നായി മിക്സ് ചെയ്ത് ബോയിൽ ചെയ്യുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബോയിലായി അതിൻ്റെ അകത്തോട്ട് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച് ഫിഷ് ഇടുക. അതിനോട് ചേർത്ത് നമ്മൾ ഫസ്റ്റ് പാലൊഴിക്കുക, അതായത് കോൺസെൻട്രേറ്റ് മിൽക്ക് ഒഴിച്ച് ഒരു 10-15 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്താൽ മതി. കാരണം ഇത് നല്ലൊരു സോഫ്റ്റ് ഫിഷാണ്. അങ്ങനെ നമ്മുടെ അങ്കമാലി ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നൗ വി നീഡ് ടു ഡു ദ സീസണിങ്, മെയിൻ പാർട്ട് ഓഫ് ഫിഷ് കറി. സോ ഓയിൽ, മസ്റ്റാർഡ്, ഡ്രൈ ചില്ലി, ദെൻ ഒനിയൻ, ഗ്രീൻ ലീവ്സ്, ദാറ്റ്സ് ഓൾ. അത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് മീനിലേക്ക് ഒഴിക്കാം. പക്ഷെ അതിന് മുന്നേ കുറച്ച് ചില്ലി പൗഡർ കൂടെ ഇടുന്നത് നല്ലതാണ് കേട്ടോ, ഒരു കളറിന്. ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ചില്ലി പൗഡർ, റെഡ് ചില്ലി പൗഡർ, ആൻഡ് സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോർ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ അങ്കമാലി ഫിഷ് കറി റെഡി. ലുക്ക് അറ്റ് ദിസ്. ഐ വിൽ ടേസ്റ്റ് ആൻഡ് ടെൽ യു ഹൗ ഇറ്റ് ഈസ്. ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മുടെ ലോങ് ബീൻസ് വിത്ത് പ്രോൺസ്, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഐറ്റം. കട്ട് ചെയ്തു, പ്രോൺസ് ഇട്ടു, ടെർമറിക് ഇട്ടു, ആവശ്യത്തിന് സോൾട്ട് ആവശ്യത്തിന് ഇട്ടു. അപ്പോൾ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം, എന്നിട്ട് ഒരു വിസിൽ. അല്ലെങ്കിൽ നമ്മുടെ പയർ വേഗത്തില്ല, അതുകൊണ്ടാണിത് കുക്കറിലിടുന്നത്. പിന്നെ അതിന് വേണ്ടുന്ന നമ്മൾ കടുക് പൊട്ടിക്കാനുള്ള സംഭവം കൂടെ ഇപ്പം തന്നെ നമുക്ക് ചതച്ചൊക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഒരു വിസിലടിച്ചു, വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാൻ വെക്കുക, എണ്ണ ഒഴിക്കുക, കടുകിടുക, പിന്നെ ചതച്ച് വെച്ച നമ്മുടെ ഗാർലിക്, ഒനിയൻ, കറി ലീവ്സ് അത്രയും ഇട്ടിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇടാം എരിവിന്. പിന്നെ ടെർമറിക് പൗഡർ, അത് ഫ്രൈ ആയി നമുക്ക് അതിൻ്റെ അകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പ്രോൺസും പയറും കൂടി ഇട്ട് നന്നായിട്ട് ഉലർത്തിയെടുക്കുക. ഓക്കെ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. തേർഡ് വൺ, ഇത് നമ്മുടെ ചമ്മന്തി. ദിസ് ഈസ് എ കോക്കനട്ട് ചട്നി. കൊച്ചുള്ളി, വത്തൽമുളക്, കറി ലീഫ്, ജിഞ്ചർ, പിന്നെ വെളുത്തുള്ളി, ഗാർലിക്, പിന്നെ പുളി വേണം കേട്ടോ. പാൻ വെച്ചു.
ഇതാദ്യം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. കുറച്ച് ഷാലോ ഫ്രൈ, നോട്ട് വെരി ഡീപ് ഫ്രൈ, ജസ്റ്റ് ഷാലോ ഫ്രൈ. ആദ്യം അതൊക്കെ ഇടുക. അത് കഴിഞ്ഞിട്ട് മുളകും കരിയാപ്പിലയും വെച്ചേക്കണം. നമുക്ക് ലാസ്റ്റ് ഇടാതെ കരിഞ്ഞു. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഉലർത്തിയല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മിക്സിയിലിടുക. ഉള്ള എണ്ണ നമ്മുടെ ഇവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചത്, അപ്പോൾ അതും കൂടെ ഇടുക അതിനകത്തോട്ട്. സോ വി യൂസ് ദ കോക്കനട്ട് ഓയിൽ, ദാറ്റ് ഓൾസോ യു നീഡ് ടു pour it there. And fresh coconut, we need a fresh coconut. ഇതെല്ലാവരും ചെയ്യുന്നതാണ്, പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാനിത് വറുത്തിട്ട് ഉപയോഗിക്കാറില്ല, പച്ചയ്ക്ക് അരയ്ക്കാറുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആരെങ്കിലും ചെയ്യാത്തവർ. ഇത് ആവശ്യത്തിനുള്ള സോൾട്ട്, പിന്നെ ഇത് കുറച്ച് ഷുഗർ ഇടണം, പിഞ്ച് ഓഫ് ഷുഗർ. അരച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മൾ കളറിന് വേണ്ടി കുറച്ച് റെഡ് ചില്ലി പൗഡർ. ചൂട് ചോറ്, ആവി പറക്കുന്ന ചോറ്. പിന്നെ നമ്മുടെ പ്രോൺ ബീൻസ്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി. പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ അങ്കമാലി ഫിഷ് കറി. ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഞാൻ ഇത് വെക്കുന്നതെന്ന്. ഏതായാലും ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയായിരുന്നു, നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ സൈഡിൽ വെച്ചിട്ട് നമുക്കൊരു പിടി പിടിക്കണം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സൂപ്പറായിട്ടുണ്ട്. ഇവിടെ ഞാനിന്ന് കഴിക്കട്ടെ കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ കഴിക്കാൻ പോകും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.